ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓഫൻ കാൾഡ്? അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ എന്തെന്നാണ് നമ്മൾ പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസിന്റെ എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ദ ആർട്ട് ഓഫ് ബുക്ക് കീപ്പിംഗ്, അതാണോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ബുക്ക് കീപ്പിംഗ് ആണോ? അല്ല. ദ സയൻസ് ഓഫ് ടാക്സേഷൻ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ട് കൂടിയില്ല അല്ലേ? ടാക്സേഷന്റെ സയൻസ് ആണ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് അല്ലേ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദ ആർട്ട് ഓഫ് മാനേജ്മെന്റ് ഇതും വരില്ല. നമുക്ക് ഓപ്ഷൻ സി ആണ് വരുന്നത്. ദ ലാംഗ്വേജ് ഓഫ് ബിസിനസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ ആരെ പഠിച്ചിട്ടാണ് വന്നത്? ലൂക്ക പാസോളിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണ് വന്നത് അല്ലേ? അദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫാദറും അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഫാദറും ആര് തന്നെയാണ്? ലൂക്ക പാസോളി തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ലൂക്ക പാസോളി. ആദം സ്മിത്ത് വരില്ല, ആൽഫ്രഡ് മാർഷൽ വരില്ല, മിൽട്ടൺ വരില്ല. ഇവരൊക്കെ എക്കണോമിക്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫാദർ ആരാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി, ലൂക്ക പാസോളിയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ദി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, അക്കൗണ്ടിംഗ് ഇൻവോൾവ്സ്, അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചില്ലേ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ഡിഫൈൻ ചെയ്തു, അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തു. എന്തെന്നായിരുന്നു? ഒൺലി റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക മാത്രമായിരുന്നോ ആ ഡെഫിനിഷനിൽ? ആ ഒരു സെന്റൻസ് മാത്രമായിരുന്നു ഉള്ളത്? റെക്കോർഡിംഗ് മാത്രമാണോ? അല്ല. അപ്പൊ നമുക്ക് ആദ്യത്തേതല്ല. സമ്മറൈസിങ് നോൺ ഫിനാൻഷ്യൽ ഡേറ്റ, ഫിനാൻഷ്യൽ അല്ലാത്ത ഡേറ്റയെ സമ്മറൈസ് ചെയ്യുന്നതാണോ അക്കൗണ്ടിങ്? അതുമല്ല. പിന്നീട് എന്താണ് പറയുന്നത്? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ. നമ്മൾ ആ ഡെഫിനിഷനിൽ പഠിച്ച എല്ലാ ടേമും കൊണ്ട് എന്തൊക്കെയാണ്? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ. ഇതാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് അതുപോലെ തന്നെ ഇന്റർപ്രിറ്റിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ആരാണ് പറഞ്ഞത് ആ ഒരു ഡെഫിനിഷൻ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റിന്റെ ആ ഒരു ഡെഫിനിഷനുമായിട്ട് മൊത്തം വന്നിട്ടില്ല. ആ ഒരു ഡെഫിനിഷൻ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഏറ്റവും മാച്ച് ചെയ്ത് നിൽക്കുന്ന ഏതാണ് എന്നാണ് നമ്മൾ ഓപ്ഷനിൽ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ് നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ ലാസ്റ്റിലത്തെ ഓപ്ഷൻ പറയുന്നത് മാർക്കറ്റ് ട്രെൻഡ് ഇവാലുവേറ്റ് ചെയ്യാന്നാണ്. അതൊക്കെ തെറ്റാണ്. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് എന്താണ്? ഫിനാൻഷ്യൽ ഡേറ്റ. ഫിനാൻഷ്യൽ ഡേറ്റയെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ഇന്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ജോലി ആർക്കുള്ളതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുള്ളതാണ്. ഇത് ആര് പറഞ്ഞ ഡെഫിനിഷനാണ്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് പറഞ്ഞ ഡെഫിനിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്? മറന്നു പോയത്, ഇവിടെ ഒരു നെഗറ്റീവ് വാക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ നോട്ട് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. നമുക്കൊന്ന് നോക്കാം. ടു മെയിൻറ്റെയിൻ അക്കൗണ്ടിങ് റെക്കോർഡ്, അതൊരു ഒബ്ജക്റ്റീവ് അല്ലേ? അതെ. നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ്. ദെൻ പറയുന്നു ഡിറ്റർമൈൻ മാർക്കറ്റ് ഷെയർ. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചായിരുന്നു. ടു ഡിറ്റർമൈൻ മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയർ എന്താണ്? ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണോ? അല്ല. അപ്പൊ അതൊരു ഒബ്ജക്റ്റീവ് അല്ല. ദെൻ അടുത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ. അത് ശരിയാണല്ലോ അല്ലേ? നമ്മൾ ഒബ്ജക്റ്റീവ് ആണ്. നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുക എന്നുള്ളത് എന്തിന്റെ ഒബ്ജക്റ്റീവ് ആണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ടു കമ്മ്യൂണിക്കേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? നമ്മുടെ യൂസേഴ്സിന് കൊടുക്കണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നമ്മുടെ എന്തിന്റെ ഒബ്ജക്റ്റീവ് ആണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇവിടെ 3 ഒബ്ജക്റ്റീവ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏത് എന്നാണ്. ഇവിടെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ടു ഡിറ്റർമൈൻ മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയർ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് ആരുടെ ഒബ്ജക്റ്റീവ് അല്ല? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് അല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ് പ്രോസസ്. ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ
ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ആണോ, ഐഡന്റിഫൈങ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ, സമ്മറൈസിങ് ഡേറ്റ ആണോ, അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണോ? എപ്പോൾ ആയാലും നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനകത്തുണ്ടായ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് നടക്കുന്നത് കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ് നടക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം റെക്കോർഡ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്യാം, ദെൻ അതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. ഇതിന്റെ ഇടയ്ക്ക് വേറെ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഉള്ളതിൽ ഓർഡർ ആക്കുകയാണെങ്കിൽ ഏതാണ് ആദ്യം നടക്കുന്നത്? ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, ഐഡന്റിഫൈങ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കരുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹെൽപ്പ് യൂസേഴ്സ് ടു, അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ യൂസേഴ്സിന് എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അത് യൂസേഴ്സിനെ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട് ആണോ? ഇന്റർപ്രിട്ടേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വഴി ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണോ യൂസേഴ്സിനെ സഹായിക്കുന്നത്? അല്ല. മെയിൻറ്റെയിനിങ് ട്രയൽ ബാലൻസ് ആണോ? അതുമല്ല. ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻ, റെക്കോർഡ് ജേർണൽ എൻട്രി, ഇതുമല്ല. എന്താണ് വരുന്നത്? ബാക്കി മൂന്നും വായിച്ചാൽ തന്നെ നമുക്കറിയാം അത് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരിക്കലും യൂസേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സാധനമല്ല. അത് ഫൈനൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലെഡ്ജറും ട്രയൽ ബാലൻസും അല്ലെങ്കിൽ ജേർണൽ എൻട്രീസും ഒക്കെ എന്താണ്, അക്കൗണ്ടിങ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻ ആണ് നമ്മുടെ ആൻസർ. ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇന്റേണൽ യൂസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന് രണ്ട് യൂസേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇന്റേണൽ യൂസറും ഉണ്ട്, എക്സ്റ്റേണൽ യൂസറും ഉണ്ട്. ഇന്റേണൽ യൂസർ ആരാണ് എന്ന് ചോദിച്ചാൽ ആരൊക്കെയായിരുന്നു? എംപ്ലോയീസും മാനേജ്മെന്റുമാണ് നമ്മുടെ ഇന്റേണൽ യൂസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം ആരാണ്? എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇന്റേണൽ യൂസർ ഓഫ് അക്കൗണ്ടിങ്. ഇന്റേണൽ യൂസർ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്റേണൽ യൂസർ എന്ന് പറയുന്നത്? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ യൂസർ ആണ് അല്ലേ? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ഗവൺമെന്റും എന്ത് തന്നെയാണ്? എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ യൂസർ ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ മാനേജ്മെന്റും എംപ്ലോയീസും ഇന്റേണൽ ആണ് എന്ന് ഓർത്ത് വെക്കുക. ബാക്കിയൊക്കെ എന്താണ്? എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സും എക്സ്റ്റേണൽ യൂസർ ആണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഏത് മാത്രമേ ഉള്ളൂ ഇന്റേണൽ ആയിട്ട് വരുന്നത്? മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ ഇന്റേണൽ യൂസറിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് നീഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? എന്താണ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമാകുന്നു അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവര് നമ്മുടെ ഫ്യൂച്ചറിൽ എന്താണ് ഇൻവെസ്റ്റേഴ്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഇൻവെസ്റ്റർ ആകും. അപ്പോൾ അവർക്ക് നമ്മുടെ ബിസിനസിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇവിടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമോ, ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ? കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ് ചെയ്യും, ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അറിയേണ്ടത്? നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ, അവർ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റിട്ടേൺ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്കറിയണം? ഈ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് അറിയണം. അപ്പോൾ എന്തിനാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ നോക്കാം. ടു കാൽക്കുലേറ്റ് എംപ്ലോയി ബോണസ്. എംപ്ലോയി ബോണസ് അവരറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അവർ ആവശ്യമാണോ? അല്ല. ടു ഡിസൈഡ് വെദർ ടു ഇൻവെസ്റ്റ് ഇൻ ദ ബിസിനസ്. എന്താണ്? അവർക്ക് ഡിസൈഡ് ചെയ്യാമില്ലേ നമ്മൾ ആ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, ആ ബിസിനസ് ഇപ്പോൾ ലാഭത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അവർക്ക് നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാവും. അപ്പോൾ നല്ലതാണ് എങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, മോശമാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ടു ഡിസൈഡ് വെദർ ടു ഇൻവെസ്റ്റ് ഇൻ ദി ബിസിനസ്. ആ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷൻ ആർക്കെടുക്കാൻ പറ്റും?
പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടു പ്രിപ്പയർ ടാക്സ് റിപ്പോർട്ട്. അവർ ടാക്സ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്? അതിൻ്റെ ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ ടു മാനേജ് ബിസിനസ് ഓപ്പറേഷൻ. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്? ടു ഡിസൈഡ് വെദർ ടു ഇൻവെസ്റ്റ് ഇൻ ദി ബിസിനസ്. അതായത് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യണ്ടായോ ആ ഒരു ഡിസിഷൻ എടുക്കുക എന്ന ഉദ്ദേശമാണ് എന്തിന്? നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർക്ക്? പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ്? അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ഭാഗം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ടാണ് അല്ലേ, നോട്ട് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ്. അക്കൗണ്ടിങ് പ്രോസസ്സ് ഏതൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. റെക്കോർഡിങ്, അതുപോലെ തന്നെ ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അങ്ങനെ നമ്മൾ കുറേ അക്കൗണ്ടിങ് പ്രോസസ്സ് പഠിച്ചില്ലേ. ഇവിടെ നമുക്ക് ഏതാണ് ഇല്ലാത്തത്? റെക്കോർഡിങ് നമ്മൾ പഠിച്ച സാധനമാണ്. അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ സമ്മറൈസ് ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചായിരുന്നോ? നമ്മൾ അക്കൗണ്ടിങ്ങിൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ടോ? ഇല്ല. അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യണം, അതിനെ റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ഏതില്ലായിരുന്നു? മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എവിടെ ഇല്ലായിരുന്നു? അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഇല്ലായിരുന്നു. ഇവിടെ അതുകൊണ്ട് അവർ ചോദിച്ചിരിക്കുന്നതും എന്താണ്? നോട്ട് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ് എന്നാണ്. അതായത് അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതായിരിക്കും? മാർക്കറ്റിംഗ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി, മാർക്കറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് യൂസർ ഗ്രൂപ്പ് ഇവാലുവേറ്റ് ബിസിനസ് ഓപ്പറേഷൻ അണ്ടർ റെഗുലേറ്ററി ലെജിസ്ലേഷൻ? എന്താ പറയുന്നത്? ഏത് യൂസർ ഗ്രൂപ്പാണ് നമ്മുടെ ബിസിനസിന്റെ ഓപ്പറേഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? റെഗുലേറ്ററി ലെജിസ്ലേഷൻ. നമ്മുടെ റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലെജിസ്ലേറ്റീവ് കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആരാണ്, ഏത് ഗ്രൂപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് അവർ ലോഫുൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് അല്ല, ട്രേഡ് യൂണിയൻസ് അല്ല, അതുപോലെ തന്നെ റിസർച്ചേഴ്സും അല്ല. ആരാണ്? റെഗുലേറ്ററി ലെജിസ്ലേഷൻ വരുമ്പോൾ അവിടെ റെഗുലേറ്ററി ഏജൻസീസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ആ ഒരു യൂസർ ഗ്രൂപ്പിനെ നമുക്ക് വിളിക്കാവുന്ന പേരെന്താണ്? റെഗുലേറ്ററി ഏജൻസീസ്. അപ്പോൾ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം വന്നാലും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? റെഗുലേറ്ററി ഏജൻസീസ്. റെഗുലേറ്ററി ഏജൻസീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ് പ്രോസസ്? അതായത് അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എ സ്റ്റെപ്പ് ആണ്. എന്താണ്? അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റിംഗ്, റെക്കോർഡിംഗ്, മാനുഫാക്ചറിംഗ്, ഐഡന്റിഫൈങ്. ഇതിലേതാണ് നമ്മൾ പഠിച്ചിട്ടില്ലാത്തത്? നമുക്കറിയാം, നമ്മൾ ആദ്യം നമ്മുടെ എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യും, അതിനുശേഷം അത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ക്ലാസിഫൈ ചെയ്യും, അനലൈസ് ചെയ്യും, സമ്മറൈസ് ചെയ്യും, ലാസ്റ്റ് നമ്മൾ അത് എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് നമ്മൾ ആ ഒരു ഡെഫിനിഷനിൽ തന്നെ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ആ പ്രോസസ്സുകളെല്ലാം എന്തിന്റെ ഭാഗമാണ്? അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ഭാഗമാണ്. ഇവിടെ ആ ഒരു സ്റ്റെപ്പിൽ ഇല്ലാത്തത് ഏതാണ്? മാനുഫാക്ചറിങ് അവിടെ ഉള്ള ഒരു കേസായിരുന്നോ? നമ്മൾ പ്രോഡക്റ്റ് വല്ല മാനുഫാക്ചർ ചെയ്യണമെന്ന് അക്കൗണ്ടിങ്ങിലുണ്ടോ? അക്കൗണ്ടിങ്ങിന്റെ സ്റ്റെപ്പിനകത്തുണ്ടോ മാനുഫാക്ചറിങ്? ഇല്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, മാനുഫാക്ചറിങ് ആണ് ഏതിന്റെ സ്റ്റെപ്പ് അല്ലാത്തത്? അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് അല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു ഗവൺമെന്റ് യൂസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? ആരാണ്? ഗവൺമെന്റ്. നമുക്കറിയാം, നമുക്ക് എക്സ്റ്റേണൽ യൂസറിൽ ഒരാളാണ് ഗവൺമെന്റ്. നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ഫാക്ടേഴ്സിന്റെ യൂസറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസർ, എക്സ്റ്റേണൽ യൂസറാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് എന്തിനാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഗവൺമെന്റ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ടു അസസ് ടാക്സ് ലയബിലിറ്റീസ് ആൻഡ് എൻഷുർ കംപ്ലയൻസ്, ടു ഇവാലുവേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ടു പ്രൊവൈഡ് ലോൺസ് ടു ബിസിനസ്, അതുപോലെ തന്നെ ലാസ്റ്റിലത്തെ എന്താണ്? ടു മാനേജ് ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസ്. നമുക്കൊന്ന് നോക്കാം. താഴത്തെ നമുക്കൊന്ന് നോക്കി തുടങ്ങാം. ടു മാനേജ് ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസ്. നമ്മുടെ ബിസിനസിന്റെ ഡെയിലിയിലുള്ള ബിസിനസ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണോ?
അല്ല, ഗവൺമെന്റ് അത് ആവശ്യപ്പെടുകയില്ല. നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ അല്ല, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഗവൺമെന്റിന് ആവശ്യമില്ല. ടു പ്രൊവൈഡ് ലോൺസ് ടു ബിസിനസ്, നമ്മുടെ ബിസിനസ്സിന് ലോൺ തരികയാണോ ഗവൺമെന്റ് ചെയ്യുന്നത്? അപ്പൊ അതും തരാൻ വേണ്ടിയിട്ടും ഗവൺമെന്റിന് ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ആവശ്യമില്ല. ദെൻ അടുത്ത് നോക്കുകയാണെങ്കിൽ ടു ഇവാലുവേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഗവൺമെന്റ് അല്ല നോക്കുന്നത്, അല്ലെ? അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഗവൺമെന്റ് അതറിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് എന്ത് വേണ്ട? നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമില്ല. അടുത്ത് നോക്കിയേ ടു അസസ് ടാക്സ് ലൈബിലിറ്റീസ്, അതായത് നമ്മുടെ ബിസിനസ് എന്തെങ്കിലും ടാക്സ് ഒക്കെ ഗവൺമെന്റിന് കൊടുക്കാനുണ്ടോ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ആര് നോക്കണം? അല്ലെങ്കിൽ ആ ഒരു യൂസ് ആർക്കുണ്ട്? നമ്മുടെ ഗവൺമെന്റിന് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ടു അസസ് ടാക്സ് ലൈബിലിറ്റീസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റം എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് വിച്ച് പ്രോസസ്? എന്താണ് പറഞ്ഞത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് വിച്ച് പ്രോസസ്? ഏത് പ്രോസസ്സിലൂടെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ കുറേ പ്രോസസ്സ് പഠിച്ചില്ലേ? ഐഡന്റിഫൈ ചെയ്യും, റെക്കോർഡ് ചെയ്യും, അനലൈസ് ചെയ്യും, ഇന്റർപ്രിറ്റ് ചെയ്യും, സമറൈസ് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഐറ്റങ്ങൾ എന്താണ്? ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്നത് ഏത് പ്രോസസ്സിലാണ്? അനലൈസിങ്ങിലാണ്, അല്ലേ? റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാര്യങ്ങൾ മാത്രമാണോ? അല്ല, നമ്മുടെ ബിസിനസ്സിനകത്ത് അകത്തുണ്ടാകുന്ന എല്ലാ മോണിറ്ററി ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അതിനെ സമ്മറൈസ് ചെയ്യുകയും ഇന്റർപ്രിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഹെഡിൽ വരുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റംസ് ആണ് ഇത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമ്മുടെ ആ അനാലിസിസ് സ്റ്റേജിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്താണ്? അനലൈസിങ് ആണ്. അനലൈസിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ്. നമുക്കറിയാം മോഡേൺ അക്കൗണ്ടിങ്ങിന്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ലൂക്ക പാസോളിയാണ്. അതിനകത്തിന് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. അതായത് മോഡേൺ അക്കൗണ്ടിങ്ങിന്റെ അതുപോലെ തന്നെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗിന്റെയും ആരാണ്? ലൂക്ക പാസോളി തന്നെയാണ് ഫാദർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു പബ്ലിഷ്ഡ് ദ ബുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്? ഞാനിപ്പോൾ പറഞ്ഞതാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആര് പബ്ലിഷ് ചെയ്ത ബുക്കാണ്? നമുക്കറിയാം ആരാണ്? ലൂക്ക പാസോളി പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ബുക്ക് ആര് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടണം. അതാരാണ്? ലൂക്ക പാസോളി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ലൂക്ക പാസോളി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വാസ് പബ്ലിഷ്ഡ്. അതായത് ലൂക്ക പാസോളി പബ്ലിഷ് ചെയ്ത ആ ഒരു ബുക്കില്ലേ, എന്താണ് പേര്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അത് എന്നാണ് പബ്ലിഷ് ചെയ്തത്? നിങ്ങൾ മറന്നു പോകരുത്. 1494, 1494 എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. 1494 അത് എന്ത് ചെയ്തത്? ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത് 1494. തിരിഞ്ഞു പോകരുത്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബുക്കിന്റെ പേരെന്താണ്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ലൂക്ക പാസോളി എന്നാണ് പബ്ലിഷ് ചെയ്തത്? 1494. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നമ്മളോട് ഇത് തിരിച്ചും ചോദിച്ചായിരുന്നില്ലേ? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു, അത് ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ് എന്ന് നമുക്ക് ആൻസറിൽ തന്നു. ഇവിടെ തിരിച്ചും ചോദിച്ചു, അതേ ഒരേ ടേമിലുള്ള അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം. അപ്പൊ അത്രയും കീനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? അക്കൗണ്ട് ആണോ? അക്കൗണ്ട് അല്ല, ബുക്ക് കീപ്പിംഗ് അല്ല, അതുപോലെ തന്നെ ഫിനാൻസും അല്ല. എന്താണ്? അക്കൗണ്ടിങ് ആണ് നമ്മുടെ ബിസിനസിന്റെ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്. അക്കൗണ്ടിങ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് കോൾഡ്. എന്താണ്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുക മാത്രമാണ്, അല്ലേ? ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക മാത്രമാണ് എങ്കിൽ അതെന്താണ്? അക്കൗണ്ടിങ് ആണോ? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിംഗ് മാത്രമാണോ വരുന്നത്? വേറെ ഒരുപാട് സ്റ്റെപ്പ് നമ്മുടെ അക്കൗണ്ടിങ്ങിലുണ്ട്. കോസ്റ്റിങ്ങും അല്ല, അതുപോലെ തന്നെ എല്ലാം അല്ല. എന്താണ്? ബുക്ക് കീപ്പിംഗിലാണ് എന്ത് വരുന്നത്? ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗിലാണ് എന്ത് വരുന്നത്? റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ വരുന്നത്. ഓക്കെ, അക്കൗണ്ടിങ്ങിലോട്ട് വരുമ്പോൾ അതെന്തൊക്കെയാവും? റെക്കോർഡിംഗ് മാത്രമാണോ? ഐഡന്റിഫൈ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്യുന്നു, ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത്രയും കാര്യങ്ങൾ എവിടെ വരുന്നുണ്ട്? അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. പക്ഷെ ബുക്ക് കീപ്പിംഗിൽ എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി
ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ് ഈസ് കോൾഡ്. എന്താണ് നമ്മളൊരു ഡെഫിനിഷനായിട്ട് തന്നെ പഠിച്ച ആ ഡെഫിനിഷൻ അതേപോലെ കൊടുത്തേക്കാണ് അല്ലേ. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. അങ്ങനെ നമ്മൾ പഠിച്ചു പോയില്ലേ, അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ബുക്ക് കീപ്പിംഗ് ആണോ? ബുക്ക് കീപ്പിംഗിൽ എന്ത് മാത്രമേ ഉള്ളൂ, റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ, കോസ്റ്റിങ്ങും അല്ല. അതുപോലെ തന്നെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്, അക്കൗണ്ടിങ് ആണ് നമ്മുടെ ഈ ഒരു ഡെഫിനിഷൻ. അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അക്കൗണ്ടിങ്ങിനെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡെഫിനിഷൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ആ ഡെഫിനിഷനിൽ തന്നെ എന്തുണ്ട്, അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ കൃത്യമായിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടിങ് ബിഗിൻസ് ഡാഷ് എൻഡ്. എന്താണ്, അക്കൗണ്ടിങ് തുടങ്ങുമ്പോൾ എന്ത് അവസാനിക്കും? ഓഡിറ്റിംഗ് ആണോ? അതല്ല. പോസ്റ്റിംഗ് അല്ല, റെക്കോർഡിംഗ് അല്ല, ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്ത് നിന്നാണ് എന്ത് തുടങ്ങുന്നത്, അക്കൗണ്ടിങ് തുടങ്ങുന്നത്. മറന്നു പോകരുത്, അക്കൗണ്ടിങ് ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് ആണ് എൻഡ് ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പോഴാണ് എന്ത് തുടങ്ങുന്നത്, അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി, ബുക്ക് കീപ്പിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റിംഗ് ബിഗിൻസ് വെയർ ഡാഷ് എൻഡ്സ്. എന്താണ്, നമ്മൾ ബുക്ക് കീപ്പിംഗ് ആദ്യം പറഞ്ഞു, ബുക്ക് കീപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നു. അക്കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഡിറ്റിംഗ് ചെയ്യുന്നു. മറന്നു പോകരുത്, ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നു, അതിനുശേഷം അക്കൗണ്ടിങ്ങിലേക്ക് വരുന്നു, അതിനുശേഷം എന്താണ്, ഓഡിറ്റിങ്ങിലേക്കാണ് വരുന്നത്. അപ്പോൾ ഓഡിറ്റിംഗ് ബിഗിൻ ചെയ്യുമ്പോൾ എന്താണ് അവസാനിക്കുന്നത്, അക്കൗണ്ടിങ് ആണ് അവസാനിക്കുന്നത്. മറന്നു പോകരുത്, അക്കൗണ്ടിങ് ആണ് അവസാനിക്കുന്നത്. ബുക്ക് കീപ്പിംഗിൽ നിന്ന് എന്തിലോട്ട് പോകുന്നു, അക്കൗണ്ടിങ്ങിലേക്ക് പോകുന്നു. അതിൽ നിന്ന് എവിടേക്ക് പോകുന്നു, ഓഡിറ്റിങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ മറന്നു പോകരുത്, ഓരോന്നും എൻഡ് ചെയ്യുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഓർത്തിരിക്കുക. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, അക്കൗണ്ടിങ് അവസാനിക്കുമ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓഡിറ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ, ഓഡിറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ആർ ദി ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? നമുക്കറിയാം, നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷന് 2 യൂസേഴ്സ് നമ്മൾ പറഞ്ഞു. ഇന്റേണൽ യൂസറും ഉണ്ട്, എക്സ്റ്റേണൽ യൂസറും ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആരാണ്, ഇന്റേണൽ യൂസറാണ്. നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഇന്റേണൽ യൂസേഴ്സിനെ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, ഷെയർ ഹോൾഡേഴ്സ് ഒരു ഇന്റേണൽ യൂസർ ആണോ? അല്ല. മാനേജ്മെന്റ് ഒരു ഇന്റേണൽ യൂസർ ആണ്, എംപ്ലോയീസ് ഒരു ഇന്റേണൽ യൂസർ ആണ്. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി ആണ് ഇതിന്റെ ആൻസർ അല്ലേ. ബിയും ശരിയാണ്, സിയും ശരിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പോയി മാനേജ്മെന്റ് കണ്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ കറപ്പിക്കരുത്. എന്ത് ചെയ്യുക, താഴോട്ടൊന്ന് വായിച്ചു നോക്കുക. മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് ഉണ്ട്, ഓപ്ഷനിലും ആ ഒരു എംപ്ലോയീസ് വന്നതുകൊണ്ട് ബോത്ത് ബി ആൻഡ് സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ആർ ദി എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? നമ്മളിപ്പോൾ പറഞ്ഞു, ഇന്റേണൽ യൂസർ എന്ന് പറയുന്നത് മാനേജ്മെന്റും എംപ്ലോയീസും ആവുമ്പോൾ എക്സ്റ്റേണൽ യൂസർ എന്ന് പറഞ്ഞാൽ ആര് വരാം, ഷെയർ ഹോൾഡേഴ്സ് ആകാം, ഗവൺമെന്റ് ആകാം, ബാങ്ക് ആകാം, ക്രെഡിറ്റേഴ്സ് ആകാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്, ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റവും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രൂപ്പ് ഓഫ് പാർട്ടീസ് ഹു ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഈസ് കോൾഡ്. അതായത് നമ്മുടെ കമ്പനിയുടെ അഫയേഴ്സ് അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആ വ്യക്തി ഒരാളല്ല, ഒരുപാട് പേരുകൾ ചേർന്നത്. ഇപ്പം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്, അതുപോലെ തന്നെ ഗവൺമെന്റ്, അങ്ങനെ എല്ലാവരെയും കൂടെ ചേർത്ത് നമ്മൾ എന്തെന്നാ പറയുന്നത്? ഈ യൂസേഴ്സിനെ എല്ലാവരെയും കൂടെ ചേർത്താൽ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയാം. മറന്നു പോകരുത്, സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പാർട്ടീസ് ആണ് ഹു ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി അല്ലെങ്കിൽ അഫയേഴ്സ് ഓഫ് ദി ബിസിനസ്. നമ്മുടെ ബിസിനസ് അഫയേഴ്സിനോട്ട് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളുടെ ഒരു കൂട്ടത്തെ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റേക്ക് ഹോൾഡർ. ഷെയർ ഹോൾഡർ അല്ല, അത് സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഷെയർ ഹോൾഡർ അതിനകത്ത് വരുന്ന ഒരാൾ മാത്രമാണ്. ആ ഗ്രൂപ്പിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഈസ് ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ പഠിച്ചു? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചു, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇതൊക്കെ പറഞ്ഞു. ഇതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ബ്രാഞ്ച് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും ഓൾഡസ്റ്റ് ബ്രാഞ്ച് എന്ന് ചോദിച്ചാൽ അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത്. മറന്നു പോകരുത്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് വിച്ച് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ മാനേജീരിയൽ ഡിസിഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതെന്താണ്? മാനേജീരിയൽ ഡിസിഷൻസിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഏതാണെന്നാണ് ചോദിച്ചത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ് ചെയ്യുന്നത്?
മാനേജറിയൽ ഡിസിഷൻസിന് വേണ്ടി മാത്രമാണോ ഇൻഫർമേഷൻ കൊടുക്കുന്നത്? അതിന് ഇന്റേണൽ യൂസറും എക്സ്റ്റേണൽ യൂസറും കുറേ ആൾക്കാരുണ്ടല്ലേ, അല്ലെങ്കിൽ കുറേ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് വരില്ല? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരില്ല. മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന അക്കൗണ്ടിങ്ങിനെ നമ്മൾ ആ പേരിൽ തന്നെയുണ്ട്, എന്താ? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് അത് കോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ, നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? മാനേജ്മെന്റ് ഡിസിഷൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചിനെ നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. മറന്നുപോകരുത്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡിറ്റർമൈൻ ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതും ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസിന്റെ ഓവറോൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിനെ എന്തെന്ന് പറയും? കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്താണ്? ആ പേരിലുണ്ട് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഇവിടുത്തെ ആൻസർ. കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ്ങിന്റെ എന്തെന്ന് പറയുന്നത്? ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇൻ ടു പ്രാക്ടീസ് ബൈ ആൻ അക്കൗണ്ടന്റ്. എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു അക്കൗണ്ടന്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്തിലേക്ക് കൊണ്ടുവരാണ്? അയാളുടെ ആ ജോലിയിലേക്ക് അല്ലെങ്കിൽ അയാളുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്ന ആ ആപ്ലിക്കേഷന് നമ്മൾ എന്തെന്ന് പറയും? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്ന ആ ആപ്ലിക്കേഷന് നമ്മൾ പറയുന്ന പേര് അക്കൗണ്ടൻസി എന്നാണ്. അക്കൗണ്ടൻസി. ഒരിക്കലും അതൊരു അക്കൗണ്ടോ റെക്കോർഡിങ്ങോ സമ്മറൈസിങ്ങോ അല്ല. ആ ഒരു ആപ്ലിക്കേഷനെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന എന്തെന്നാണ്? അക്കൗണ്ടൻസി എന്നാണ്. മറന്നുപോരുത്. അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അയാൾ പഠിച്ചു വെച്ചിരിക്കുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിള് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ആപ്ലിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേര് അക്കൗണ്ടൻസി എന്നാണ്. ഓപ്ഷൻ ബി, അക്കൗണ്ടൻസി ആണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എനി ഫിനാൻഷ്യൽ ആക്ഷൻ ബിറ്റ്വീൻ 2 പേഴ്സൺ ഓർ ഫേം ഈസ് കോൾഡ്. എന്താണ്? രണ്ട് വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ ഫേംസ് തമ്മിലോ ഉള്ള ഫിനാൻഷ്യൽ ആക്ഷനെ എന്തെന്ന് പറയും? ഫിനാൻഷ്യൽ ആക്ഷൻ ആണ് അല്ലെ, മോണിറ്ററി ടേംസിലുള്ള ആക്ഷനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. അതൊരിക്കലും ഒരു ബാർട്ടർ സിസ്റ്റമോ സെറ്റ് ഓഫോ ഒന്നും അല്ല. ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ ആക്ഷൻ ബിറ്റ്വീൻ 2 പേഴ്സൺസ് ഓർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫേംസ് എന്നൊക്കെ പറഞ്ഞത് എന്തിനെയാണ്? ട്രാൻസാക്ഷനെയാണ്. അതൊരു ബിസിനസ് ടേം ആണ്, മറന്നു പോവാതിരിക്കുക. ട്രാൻസാക്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്മോഡിറ്റീസ് വെയർ എക്സ്ചേഞ്ച്ഡ് ഫോർ അതർ കമ്മോഡിറ്റീസ് ഈസ് നോൺ ആസ്. എന്താ ഇവിടെ നടന്നത്? എന്തൊക്കെയോ സാധനങ്ങൾ വേറെ എന്തൊക്കെയോ സാധനങ്ങൾക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തതിന് നമ്മൾ എന്തെന്നാ പറഞ്ഞത്? പണ്ട് കാലത്തൊക്കെ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ചക്ക കൊടുത്തിട്ട് തേങ്ങ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ മാങ്ങ വാങ്ങിക്കുന്നു. അതായത് ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം വാങ്ങിക്കുന്നു. ആ ഒരു സിസ്റ്റത്തെ നമ്മൾ പറഞ്ഞ പേരെന്താണ്? ബാർട്ടർ സിസ്റ്റം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ബാർട്ടർ സിസ്റ്റം. മറന്നു പോവാതിരിക്കുക. കമ്മോഡിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് അവിടെ ഒരു പൈസ അല്ലെങ്കിൽ ക്യാഷിന് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. നമ്മൾ ഇപ്പോഴത്തെ എന്താണ് സ്ഥിതി? നമ്മൾ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു, അങ്ങനെയല്ലേ? ഇതിന് പകരം ഒരു സാധനം കൊടുത്തിട്ട് മറ്റൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓപ്ഷൻ സി, ബാർട്ടർ സിസ്റ്റം എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. An activity which create some effect in the resources of the business is called dash അല്ലെങ്കിൽ is called a. എന്താണ്? ഇവിടെ ഒരു എന്തെങ്കിലും ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ റിസോഴ്സസ് ഓഫ് ദി ബിസിനസ് ക്രിയേറ്റ് ചെയ്യാണ്. ഏതോ ഒരു ആക്ടിവിറ്റി കൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? എന്തോ ഒരു എഫക്റ്റോ അല്ലെങ്കിൽ ഒരു റിസോഴ്സോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റിയെ നമുക്ക് എന്തെന്ന് പറയാം? മോണിറ്ററി ട്രാൻസാക്ഷൻ ആണോ, നോൺ മോണിറ്ററി ആണോ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ, ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ? ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയായിട്ട് റിലേറ്റ് ചെയ്ത് ബിസിനസ്സിന് എന്തെങ്കിലും ഒരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ. ഇവിടെ എന്താണ് പറഞ്ഞത്? ആൻ ആക്ടിവിറ്റി വിച്ച് ക്രിയേറ്റ് സം എഫക്ട് ഇൻ ദി റിസോഴ്സസ് ഓഫ് ദി ബിസിനസ്. എന്താ പറഞ്ഞത്? എന്തെങ്കിലും ഒരു എഫക്റ്റ് നമ്മുടെ ബിസിനസ്സിന്റെ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയെ നമുക്ക് എന്തെന്ന് പറയാം? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The amount earned by the business concerned through the normal course of its business. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ട് എന്ത് വഴിയാണ്? നോർമൽ കോഴ്സ് വഴി. അതായത് ഒരു ബിസിനസിന്റെ നോർമൽ കോഴ്സ് വഴി ആ ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്യാപിറ്റൽ റിസീറ്റ് ആണോ? അല്ല.
ഡിഫേർഡ് റവന്യൂ അല്ല, സെയിൽസ് അല്ല, അതിനെ നമുക്ക് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയാം. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റുകൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോങ് ടേം നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. ലോങ് ടേം നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതൊരിക്കലും നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ബിസിനസിന്റെ ഭാഗമല്ല. അതുപോലെ തന്നെ ഡിഫേർഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഡിഫേർഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ അതൊരു റവന്യൂ നേച്ചറാണ്, പക്ഷേ എന്തും കൂടാണ്, ക്യാപിറ്റൽ നേച്ചറിലും കൂടെ ഉള്ളതാണ്. രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഡെഫേർഡ് റവന്യൂ. അതും ഒരു നോർമൽ കോഴ്സ് അല്ല. പിന്നെ സെയിൽസ് ഒരിക്കലും വരില്ല. ഇവിടെ എന്താണ്, നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി വഴി കിട്ടുന്ന എമൗണ്ടുകൾ എല്ലാം കൂടെ ചേർന്നാൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, റവന്യൂ റെസീപ്റ്റ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി റവന്യൂ റെസീപ്റ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബുക്ക് കീപ്പിംഗ് ഈസ് കൺസേൺഡ് വിത്ത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? സമ്മറൈസിംഗ് ആണോ, റെക്കോർഡിംഗ് ആണോ, ക്ലാസിഫൈയിങ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ഇവയൊന്നുമല്ലയോ? എന്താണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം അത് എന്തുമായിട്ടാണ്. റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് ഇവിടെ വരുന്നത്, ബുക്ക് കീപ്പിംഗിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നമുക്ക് എന്തുമായിട്ട് വരുന്നത്, ബുക്ക് കീപ്പിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് സമ്മറൈസ് ദ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അക്കൗണ്ടിംഗ് ഇക്വേഷൻ എവിടെയാണ് സമ്മറൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണ്, അസറ്റ് ഈസ് ഇക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ഈസ് ഇക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഈ ലൈബിലിറ്റിയും ക്യാപിറ്റലും അസറ്റും ഒക്കെ എവിടെയാണ് വരുന്നത്? എവിടെയായിരിക്കും? ട്രയൽ ബാലൻസിലാണോ, ജേർണലിലാണോ, ബാലൻസ് ഷീറ്റിലാണോ, അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റിലാണോ? നമുക്കറിയാം അത് ബാലൻസ് ഷീറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലേ. ബാലൻസ് ഷീറ്റിന്റെ ഒരു സൈഡ് അസറ്റും അതുപോലെ തന്നെ മറു സൈഡ് ലൈബിലിറ്റീസും ആണ്. ആ ലൈബിലിറ്റീസിനകത്ത് വരുന്നു നമ്മൾ ക്യാപിറ്റലും ബാക്കിയുള്ള എല്ലാ ലൈബിലിറ്റീസും നമ്മൾ എഴുതുന്നു, അത് ടാലി ആവുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റിന് തുല്യമാണ് ലൈബിലിറ്റിയും ക്യാപിറ്റലും, അല്ലെങ്കിൽ ലൈബിലിറ്റിയും ക്യാപിറ്റലും ആഡ് ചെയ്താൽ അസറ്റിന്റെ എമൗണ്ട് കിട്ടും. അത് നമ്മൾ എവിടെയാണ് ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റ് ഐറ്റമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്താണ്, ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് റിലേറ്റഡ് ആയിരിക്കും നമുക്ക് വരുന്ന എക്സാംസിനെല്ലാം വരുന്നത്. അപ്പോൾ ഇത് കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു ഡെഫിനിഷനകത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് പഠിക്കണം, അവ തമ്മിലുള്ള വ്യത്യാസം. പിന്നീട് നമ്മൾ വരികയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, പ്രോസസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സിംഗിൾ എൻട്രി, അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക്